രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ ധർമ്മപദം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. ഇതിന് 27ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. അതാണ് രാധയുടെ പ്രണയം. 109 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇപ്പം കാണുന്നവർ 109 തൊട്ട് കാണുക, പിന്നെ സമയം കിട്ടുമ്പോൾ 1 തൊട്ട് കേൾക്കുക. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതി, കൃഷ്ണനേറെ പ്രിയപ്പെട്ട, രാധാറാണിക്കേറെ പ്രിയപ്പെട്ട ഗുരുവായൂർ അമ്പലം തൊട്ട് ഏത് കൃഷ്ണന്റെ നടയിലും സന്ധ്യയ്ക്ക് നടയടച്ചാൽ പാടുന്ന അഷ്ടപതി. വെള്ളിയാഴ്ച ധർമ്മപദം. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ ഞാൻ കൊല്ലത്താണ്. ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. അന്ന് മാത്രവുമല്ല ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. 96453399 എന്നതാണ് എൻ്റെ നമ്പർ. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, കേൾക്കണം. പിന്നെ കുടുംബമായി താമസിക്കുന്നവർ നിശ്ചയമായും ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ വീഡിയോകൾ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ കേട്ടിരിക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം മണിപത്മേ ഹും. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ കൂടെ വിളിച്ചോളൂ. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ഈ ധർമ്മപദം 27 എപ്പിസോഡ് പൂർത്തിയാക്കാൻ എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം തന്ന എൻ്റെ രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ധർമ്മപദം തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ബുദ്ധൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. പൊള്ളയായ 1000 വാക്കുകളേക്കാൾ ഭേദമത്രേ ശാന്തി നൽകുന്ന ഒരേ ഒരു പദം. വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം. പൊള്ളയായ 1000 വാക്കുകളേക്കാൾ ഭേദമത്രേ ശാന്തി നൽകുന്ന ഒരേ ഒരു പദം. പൊള്ളയായ 100 കീർത്തനങ്ങളേക്കാൾ ഭേദമത്രേ ശാന്തി നൽകുന്ന ഒരേ ഒരു കീർത്തനം. പൊള്ളയായ 100 കീർത്തനങ്ങളേക്കാൾ ഭേദമത്രേ ശാന്തി നൽകുന്ന ഒരേ ഒരു കീർത്തനം. ഇത് ഞാൻ ഇതിനകത്ത് പ്രത്യേക വീഡിയോ ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോയാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ ഇംഗ്ലീഷ്: better than 1,000 hollow words is one word that bring peace. Then എന്താ പറയുന്നത്? better than thousands hollow verses is one verse that bring peace. ശ്രദ്ധിച്ചു കേട്ടോളണം. പൊള്ളയായിട്ടുള്ള യാതൊരു കഴമ്പുമില്ലാത്ത 1000 വാക്കുകളേക്കാൾ ഭേദമാണ് ശാന്തി നൽകുന്ന ഒരേ ഒരു പദം. ആ പദം ഏത് എന്നതിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ കുഴപ്പത്തിലേക്കാണ് ബുദ്ധൻ വിരൽ ചൂണ്ടുന്നത്. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? നിരവധി മതഗ്രന്ഥങ്ങളാണ്. നിരവധി മതഗ്രന്ഥങ്ങൾ. ഇതിൽ ഏത് നമ്മൾ വിശ്വസിക്കണം? വേദങ്ങള്, ഉപനിഷത്തുകള്, പിന്നെ പുരാണങ്ങള്, പറയണ്ട ബ്രഹ്മാണ്ഡ പുരാണം, ഗർഗപുരാണം, ഗരുഡ പുരാണം. ഒന്നിൽ പറയുന്നതല്ല മറ്റതിനകത്ത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ശിവപുരാണം വായിച്ചു കഴിഞ്ഞാൽ ശിവനപ്പുറം ആരുമില്ല. വിഷ്ണു പുരാണം വായിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിനപ്പുറം ആരുമില്ല. സ്കന്ദപുരാണം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മുരുകനാണ് സർവ്വവും. ഗണപതിയുടെ പുരാണം വായിച്ചു കഴിഞ്ഞാൽ ഗണപതിയാണ് സുപ്രീം. ഇതിനകത്ത് ഏതാണ് സത്യം? ഒന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ കണ്ണൂർ പോയിട്ട് തിരിച്ച് ഗുരുവായൂരിലേക്ക് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞു. പുള്ളി അടുത്ത ദിവസം വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ രാധാറാണിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ഈ ഹിന്ദു പുരാണങ്ങൾ വായിച്ചും ഉപാസന ചെയ്ത് ഞാനങ്ങ് മടുത്ത്. ഇപ്പം എല്ലാം നിർത്തി, ഞാനങ്ങ് സകലതും ഞാനങ്ങ് നിർത്തി. കാരണം ഇത് വായിക്കും തോറും നമുക്ക് ഭ്രാന്തളവും. അതാണ് ഇപ്പം ക്രിസ്ത്യൻസും മുസ്ലിംസും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ഇത് നമുക്കങ്ങ് പേടിയാണ്. ശിവനെ ആരാധിക്കുമ്പോൾ നമുക്ക് തോന്നും കൃഷ്ണനെ ആരാധിച്ചില്ലെങ്കിൽ കോപിക്കുമോ, പിന്നെ ഗണപതി ആരാധിച്ചില്ലെങ്കിൽ കോപിക്കുമോ, പിന്നെ ദേവി ആരാധിച്ചില്ലെങ്കിൽ കോപിക്കുമോ. ഹിന്ദു പരിഭ്രാന്തരായിട്ട് ഓടി നടക്കുകയാണ്. അപ്പൊ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം മതഗ്രന്ഥങ്ങളാണ്. പക്ഷെ ബുദ്ധൻ പറയുന്നു ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ജൈനരായാലും ഇവരുടെ എല്ലാം കുഴപ്പങ്ങൾ മതഗ്രന്ഥങ്ങളാണ് കാരണം. അത് ഹിന്ദുവിൻ്റെ ആകട്ടെ, ക്രിസ്ത്യാനിയുടെ ആകട്ടെ, ജൈനരുടെ ആകട്ടെ, ഏത് പിന്നെ മതത്തിൽപ്പെട്ടവരുടെയും മതഗ്രന്ഥങ്ങളിലെ വാക്കുകൾ വെറും പൊള്ളയാണ് എന്നാണ് പറയുന്നത്. അതിലൊക്കെ ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? വേദങ്ങളോ അല്ലെങ്കിൽ ബൈബിളോ ഒക്കെ വായിച്ചിട്ട് ദൈവം എന്ന വാക്ക് നിങ്ങളും ഉച്ചരിക്കുന്നു. സത്യത്തിൽ ദൈവം എന്ന വാക്ക് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ? നിങ്ങൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വേദഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് കുറേ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളാണെങ്കിൽ പറയും വൈകുണ്ഠ ലോകത്ത് വിഷ്ണു ഇരിക്കുന്നുണ്ട്, പിന്നെ ശിവലോകത്ത് ശിവൻ ഇരിക്കുന്നുണ്ട്, ബ്രഹ്മലോകത്ത് ഇന്നാൾ ഇരിപ്പുണ്ട്. ക്രിസ്ത്യൻസിനാണെങ്കിൽ അവർക്ക് സ്വർഗരാജ്യത്ത് യേശുവാണ്, മരിച്ചാൽ നമുക്ക് വലതുവശത്തിരിക്കാം. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ച് നിങ്ങൾ പോകുന്നതല്ലാതെ നിങ്ങൾ സ്വയം എപ്പോഴെങ്കിലും ദൈവത്തെ തേടിയിട്ടുണ്ടോ? അങ്ങനെ തേടിയിട്ടുള്ളവൻ്റെ വാക്കുകൾ മാത്രമാണ് അവൻ ദൈവമെന്ന് പറഞ്ഞാലേ അതിന് അർത്ഥമുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ഹൃദയത്തിന് 4 അറകളുണ്ട് അല്ലേ? ഓറിക്കിള്, വെൻട്രിക്കിൾ എന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാനിത് അനുഭവിച്ചറിഞ്ഞിട്ടല്ല പറയുന്നത്. എന്നേക്കാൾ അത് പറയാൻ ആധികാരികത ഒരു ഡോക്ടർക്കാണ്. കാരണം ഡോക്ടർ പഠിക്കുന്ന സമയത്ത് മൃദുശരീരം കീറി ഈ ഓറിക്കിളും വെൻട്രിക്കിളും ഹൃദയത്തിൻ്റെ അറകളും എല്ലാം കണ്ട ഒരാളാണ്. അപ്പോൾ ഒരു ഡോക്ടർ പറയുമ്പോൾ ആ വാക്ക് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. കാരണം അദ്ദേഹം അത് കണ്ട്. ഞാൻ ഹൃദയത്തിൻ്റെ അറയെക്കുറിച്ച് പറയുമ്പോൾ അത് പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവ്, തത്തമ്മയെ പൂച്ച പൂച്ച എന്നതുപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. കടലിനെ കുറിച്ച് ആധികാരികമായി ഹൃദയത്തിൽ തട്ടി വരുന്ന വാക്കുകൾ ഒരു മുക്കുവൻ്റേതാണ്, ഒരു ശാസ്ത്രജ്ഞൻ്റേതല്ല. അവൻ പുറത്തു നിന്നുള്ള കാര്യങ്ങളാണ്. നമ്മളും ബുക്ക് വായിച്ചുള്ള അറിവ്. ആ കടലിന് നീല നിറം എങ്ങനെ കിട്ടുന്നു, ആ കടലിൻ്റെ ഉൾക്കടൽ ശാന്തമാണ്, ഇതൊക്കെ നമ്മൾ തട്ടിവിടും. പക്ഷേ ഹൃദയത്തിൽ തട്ടിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. നമ്മൾ പറയും കടലിൻ്റെ കരയിൽ മാത്രമാണ് ഓളം. ഓളം എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിൻ്റെ നടുക്ക് ശാന്തമാണ്. അത് അന്തരീക്ഷത്തിലൂടെ കിരണങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന തോന്നലാണ് നീല നിറം. യഥാർത്ഥത്തിൽ അങ്ങനല്ല. ഇങ്ങനെ കടലിൻ്റെ നടുക്ക് ശാന്തമാണെന്നൊക്കെ ഞാൻ പറയുന്നത് സത്യത്തിൽ അതെന്തെങ്കിലും അനുഭവിച്ചറിഞ്ഞിട്ടാണോ? അതുകൊണ്ട് എൻ്റെ വാക്ക് പൊള്ളയാണ്. മറിച്ചൊരു മുക്കുവൻ പറയുമ്പോൾ അവനത് ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നത്. കാരണം അവൻ കടലെന്ന് പറയുന്നതിനെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്ന് വെള്ളം കിട്ടുമെന്ന് ഞാനും നിങ്ങളും ഒക്കെ പറയുന്നത് പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്. ശാസ്ത്രജ്ഞന്മാർ പോലും ഇന്ന് വരെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർത്ത് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ? അതിൻ്റെ നിരവധി ഘടകങ്ങളിൽ 2 മാത്രമാണ്. ക്രിക്കറ്റിനെ കുറിച്ച് ഞാനും നിങ്ങളും പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല, ഒരു കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പക്ഷേ ക്രിക്കറ്റിനെ കുറിച്ച് സച്ചിൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞവൻ്റെ വാക്കാണ്. ഫുട്ബോളിനെ കുറിച്ച് മറഡോണ പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞവൻ്റെ വാക്കാണ്. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് അത് കൃഷ്ണനാകട്ടെ ക്രിസ്തുവാകട്ടെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടാണോ പറയുന്നത്? ഒരു മുക്കുവൻ കടലിനെ കുറിച്ച് പറയുന്നത് അനുഭവിച്ചറിഞ്ഞിട്ടാണ്, അവൻ തേടിപ്പോയി കണ്ടതാണ്. ഒരു ഡോക്ടർ ഹൃദയത്തിൻ്റെ അറകളെക്കുറിച്ച് പറയുന്നത് അനുഭവിച്ചറിഞ്ഞ് കണ്ടതാണ്. സച്ചിൻ ക്രിക്കറ്റിനെ കുറിച്ച് പറയുന്നത് അനുഭവിച്ചറിഞ്ഞിട്ടാണ്. ഇതുപോലെയാണോ നിങ്ങൾ ദൈവത്തെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തെ അന്വേഷിച്ചു ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? കൃഷ്ണഭക്തർ എപ്പോഴെങ്കിലും കൃഷ്ണനെ തേടി പോയിട്ടുണ്ടോ? കൃഷ്ണൻ എന്ന പൊരുള്, ആ ജ്യോതിസ് അതെന്താണ്, അത് കാണാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആകെ ചെയ്യുന്നത് വിളക്ക് കത്തിച്ചിട്ട് കൃഷ്ണന്റെ മന്ത്രം ജപിക്കും, അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകും. കൃഷ്ണനെ തേടിയുള്ള നിങ്ങളുടെ യാത്ര ഏറിയാൽ ഗുരുവായൂർ ചെന്ന് അവസാനിക്കും. ക്രിസ്ത്യൻസിനാണെങ്കിൽ അത് പള്ളിയിൽ ചെന്ന് അവസാനിക്കും. അത്രയേ ഉള്ളൂ. അതിനപ്പുറം കൃഷ്ണൻ എന്ന പൊരുളിനെ തേടി നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? പകരം മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പൊള്ളയായ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചു. കൃഷ്ണൻ ഇന്നടുത്തുണ്ട്, ഇന്ന കണക്ക് മന്ത്രം ജപിക്കണം. പിന്നെ പറയണ്ട, ഓരോരുത്തർ അടിച്ചങ്ങ് ഏൽപ്പിക്കും. വെളുത്തുള്ളി ഊട്ടിക്കൂടാ, ഇഞ്ചി ഊട്ടിക്കൂടാ,
അതൊക്കെ ചെയ്താൽ വലിയ കുഴപ്പമാണ്. ഇങ്ങനെ നമ്മളെ ഇട്ട് എന്ത് ചെയ്യുന്നു? ഭക്ഷണ കാര്യത്തിൽ ഈ വെളുത്തുള്ളി കൂട്ടാതിരുന്നാൽ കൃഷ്ണനെ കിട്ടുമോ? വെളുത്തുള്ളി കൂട്ടാതിരിക്കുന്ന ആരെങ്കിലും ഇന്ന് വരെ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? ഇവരാരെങ്കിലും കൃഷ്ണനെ തേടിയിട്ടുണ്ടോ? അങ്ങനെ മന്ത്രം മാത്രം ജപിച്ചാൽ കിട്ടുന്ന ഒരാളാണോ കൃഷ്ണൻ? ഒരിക്കലുമല്ല. ആ പരബ്രഹ്മ ജ്യോതിസിനെ കയ്യിൽ കിട്ടാൻ ഒരു ദൈവത്തിനും സാധ്യമല്ല നിങ്ങൾക്ക് തരാൻ. ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, സമ്പത്ത് കിട്ടും, ദാമ്പത്യ സൗഖ്യം കിട്ടും, അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ പരമമായ മോക്ഷം അവനവൻ തന്നെ കണ്ടെത്തണം. ഇപ്പോ ബുദ്ധന്റെ കൂടെ ഒരു നിഴല് പോലെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആനന്ദൻ. ബുദ്ധൻ എപ്പോഴും ആനന്ദനോട് പറയും, ആനന്ദ, നിനക്ക് ബോധോദയം കിട്ടാൻ നീ എന്നെ ആശ്രയിക്കാതെ, എന്നെ ആശ്രയിച്ചാൽ നിനക്ക് കിട്ടില്ല. പക്ഷേ ആനന്ദൻ പറയും, എനിക്കെല്ലാം ബുദ്ധൻ തരും, എനിക്കെല്ലാം ബുദ്ധൻ തരും. ബുദ്ധൻ എപ്പോഴും വഴക്ക് പറയും, അങ്ങനെ ചെയ്യരുത്, മോക്ഷം നിന്റെ കയ്യിലാണ്, നീ തപസ് ചെയ്യൂ. അവസാനം ബുദ്ധന്റെ ഓരോരോ ശിഷ്യന്മാർ ഒന്നൊന്നായി ബോധോദയം നേടി. ബുദ്ധൻ മരിക്കുന്ന സമയത്ത് ആനന്ദന് മാത്രമേ ഉള്ളൂ മോക്ഷം കിട്ടാത്തത്. എന്നാൽ ബുദ്ധൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് ആനന്ദൻ. പക്ഷേ ആനന്ദന് ആ ജ്ഞാനപ്രാപ്തി കൊടുക്കാൻ ബുദ്ധന് പറ്റുന്നില്ല. കാരണം അത് അവനവൻ തന്നെ ചെയ്യണം. അപ്പോൾ ബുദ്ധന്റെ ജീവചരിത്രം എഴുതാൻ വേണ്ടി വന്നവർ പറഞ്ഞു, ആനന്ദ, നിനക്ക് ജ്ഞാനം കിട്ടിയാലേ ഞങ്ങൾ വിശ്വസിക്കൂ. അതുകൊണ്ട് നീ കഠിനമായിട്ട് അങ്ങോട്ട് തപസ് ചെയ്യൂ, മൗനമായിരിക്കൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എപ്പോഴും ബുദ്ധന്റെ ദിനചര്യകൾ ചെയ്താൽ കഴിയുന്നത്. ബുദ്ധൻ മരിച്ച് 24 മണിക്കൂറിനുള്ളിൽ ആനന്ദന് ബോധോദയം ഉണ്ടാവുകയാണ്. കാരണം ആലോചിച്ചൊക്കെ, ബുദ്ധൻ പറയുന്നു, ഇത് എനിക്ക് തരാൻ പറ്റുന്നതല്ല, ബാക്കി സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റും. അപ്പൊ ബുദ്ധൻ പറയുന്നു, നിങ്ങളുടെ മതഗ്രന്ഥങ്ങളെ ഉപേക്ഷിക്കൂ. ഈ മതഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് പാണ്ഡിത്യ കസർത്തിന് മാത്രമേ സഹായിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാണ്ഡിത്യത്തിലാണ് നിങ്ങൾ. ഇപ്പൊ ഞാനൊരു ബ്രാഹ്മണനെ കുറിച്ച് എന്തോ ഒരു വീഡിയോ ഇറക്കിയപ്പോ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, ആരാണ് ബ്രാഹ്മണൻ എന്നറിയാമോ? ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ. പിന്നെ ബ്രഹ്മം എന്താണ്? ഇത്തരം അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ മുഴുകി ദൈവത്തെ കണ്ടെത്താനുള്ള ശ്രമം ഉപേക്ഷിക്കപ്പെടും. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു, പൊള്ളയായ മതഗ്രന്ഥങ്ങളിലെ വാക്കുകൾ നിങ്ങൾ ഉപേക്ഷിക്കൂ. ഈ മതഗ്രന്ഥങ്ങളിലെ വാക്കുകളിലൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. രാധേ രാധേ ചാനൽ കാണുന്നവര് മതഗ്രന്ഥങ്ങളിലെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണ്ട. ഈ മതഗ്രന്ഥങ്ങളെ അങ്ങ് വ്യാഖ്യാനിക്കാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ കുറെ ആചാര്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ആചാര്യന്മാർ ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ പറയുന്നത്. ഹിന്ദുക്കൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം, കൃഷ്ണനെങ്കിൽ കൃഷ്ണൻ, ശിവനെങ്കിൽ ശിവൻ ആരാധിക്കുക. ആ കൃഷ്ണനെയും ശിവനെയും ആരാധിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധികൾ കിട്ടും, നിങ്ങൾക്ക് ദാമ്പത്യ സൗഖ്യം, അതൊക്കെ അവർ തരും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കൃഷ്ണനെ ആരാധിക്കുന്നതോടൊപ്പം കൃഷ്ണനുണ്ടോ, കൃഷ്ണൻ എന്താണ്, കൃഷ്ണൻ എങ്ങനെ കിട്ടും എന്നതിനെ നിങ്ങൾ തിരക്കി പോകണം. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ബുദ്ധൻ പറയുന്നത്. അപ്പൊ ബുദ്ധൻ പറയുന്നു, മതഗ്രന്ഥങ്ങളിലെ പൊള്ളയായ വാക്കുകൾ ഉപേക്ഷിച്ചിട്ട് പകരം ശാന്തി നൽകുന്ന ഒരേ ഒരു പദം മതിയെന്ന്. ഏതാണ് ആ പദം? അത് കിട്ടാൻ നിങ്ങൾ മതഗ്രന്ഥങ്ങൾ ഉപേക്ഷിക്കണം, പാണ്ഡിത്യം ഉപേക്ഷിക്കണം. ഓർമ്മിക്കുക, ഇപ്പൊ എൻ്റെ അമ്മ ഒരു ഹിന്ദുവായി, ഒരു ഹിന്ദു സ്ത്രീയുടെ വയറ്റിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹിന്ദുവായത്. ഇത് എൻ്റെ ചോയ്സ് അല്ല. ഒരു ക്രിസ്ത്യാനി അമ്മയുടെ വയറ്റിൽ ജനിച്ചതുകൊണ്ടാണ് ഒരാൾ ക്രിസ്ത്യാനി ആയത്. അതേ കണക്ക് മുസ്ലിം ആയത്, ജൈനരായത്. ഈ ഞാൻ ഹിന്ദു ആയത് എൻ്റെ ചോയ്സ് അല്ല. ഒരാൾ ക്രിസ്ത്യാനി ആയത് അവരുടെ ചോയ്സ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ കണ്ണും പൂട്ടി വിശ്വസിക്കാതെ നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ ബുദ്ധൻ പറയുന്നു, നിങ്ങൾക്ക് ശാന്തി നൽകുന്നത് മതഗ്രന്ഥങ്ങളും വേദങ്ങളും ഒരു മതത്തിൻ്റെയും പുരാണ ഗ്രന്ഥങ്ങളല്ല. പകരം ഒരൊറ്റ വാക്കാണ് ശാന്തി നൽകുന്നത്.
ആ പോയിന്റിലേക്ക് വരികയാണ് ബുദ്ധൻ. ആ വാക്ക് നിങ്ങളുടെ പുറത്തല്ല, നിങ്ങളുടെ അകത്താണിരിക്കുന്നത്. അത് കിട്ടണമെങ്കിൽ ധ്യാനത്തിലൂടെ മാത്രമേ കിട്ടൂ. പുസ്തകത്തിലൂടെ ഒരിക്കലും അത് കിട്ടുകയില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചിന്തകളെ ഇല്ലാതാക്കണം. 1000 തവണ ബുദ്ധൻ ആവർത്തിച്ചു പറയുന്നൊരു വാക്കാണ്. എന്തുകൊണ്ടാണ് ബുദ്ധൻ എപ്പോഴും എല്ലാ ശ്ലോകത്തിലും ചിന്തകളെ ഇല്ലാതാക്കാൻ പറയുന്നത്? നിങ്ങൾക്കൊരിക്കലും കഴിയാത്തൊരു കാര്യമാണെന്ന് ബുദ്ധൻ അറിയാവുന്നതുകൊണ്ട്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കത് അടക്കാൻ വലിയ പാടാണ്. നിങ്ങളൊരു മന്ത്രവും ജപിക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞു മലക്കറി അരിയുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. ആ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഒരു മന്ത്രം വേണമെന്നില്ല. നിങ്ങളൊരു സിനിമ പാട്ട് പാടിക്കൊണ്ട് മലക്കറി അരിഞ്ഞു, പക്ഷെ ആ സിനിമ പാട്ടിലല്ല ശ്രദ്ധ വരേണ്ടത്, ഏതിനകത്ത്? മലക്കറി അരിയുന്നത്. സ്റ്റെപ്പ് കയറുമ്പം ഒരു അടിപൊളി ഡെപ്പാങ്കൂത്ത് പാട്ട് പാടിക്കൊണ്ട് കയറിക്കൊള്ളൂ. പിന്നെ അത് മന്ത്രമാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആകുമ്പോൾ നമുക്കും ഒരു ആത്മസംതൃപ്തി ഉണ്ടെന്നുള്ളത് മാത്രം. അവിടെ ഈ മന്ത്രവും സിനിമാ പാട്ടും ഒക്കെ നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്നതല്ല ധ്യാനം. അത് ധ്യാനത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. മലക്കറി അരിയുമ്പോൾ അത് ചെയ്യുക. കുളിക്കുമ്പം മറ്റ് ചിന്തിക്കാതിരിക്കുക. ഞാനിത് എപ്പോഴും പറയുന്നതാ, വീണ്ടും ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങളുടെ ചിന്തകളെല്ലാം അടങ്ങിക്കഴിയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊന്നും ആലോചിക്കാതെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ പതുക്കെ പുറം ലോകവുമായുള്ള ബന്ധം മാറുകയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സുഗന്ധപൂരിതമായ അതീവ ശാന്തി നൽകുന്ന ആ മധുര ശബ്ദം, നേർത്ത ശബ്ദം കേട്ടു തുടങ്ങും. ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ള ഒരേ ഒരു വാക്കതാണ്. ആ വാക്കിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ കിട്ടൂ. വേറെ ഒരു മന്ത്രത്തിലൂടെയും നിങ്ങൾക്ക് ദൈവം എന്തെന്നറിയാൻ പറ്റില്ല. കാരണം ദൈവം നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിന് ഭക്ഷണ പദാർത്ഥങ്ങൾ വെളുത്തുള്ളി കഴിക്കാതിരുന്നത് കൊണ്ടോ, ഉള്ളി കഴിക്കാതിരുന്നത് കൊണ്ടോ, ഇഞ്ചി കഴിക്കാതിരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്നത് കൊണ്ടോ, അതൊന്നും ഇതിനകത്തൊരു വിഷയമേ അല്ല. ആ ശബ്ദം ഏതാണ്? ബുദ്ധൻ പറയുന്നു നീ നിന്റെ മനസ്സിനെ അടക്ക്, ചിന്തകളെ അടക്ക്, മതഗ്രന്ഥങ്ങളെ എല്ലാം വിട്ടിട്ട് ദൈവത്തെ കാണണമെന്ന ആഗ്രഹം വരുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് ആ ശബ്ദമുയരും. ആ ശബ്ദമാണ് ഓം. ഇത് മുസ്ലിങ്ങൾ പറയുന്നത് ആമീൻ, ക്രിസ്ത്യൻസ് പറയുന്നത് ആമേൻ. അപ്പൊ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും സകലരും ഉച്ചരിക്കുന്ന വാക്കാണ് ഓം. ഹിന്ദുക്കൾ ഓം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ആമീൻ എന്ന് പറയുന്നു, ക്രിസ്ത്യൻസ് അത് ആമേൻ എന്നാണ് എൻ്റെ ഓർമ്മ, അങ്ങനെ പറയുന്നു. ഓർമ്മിക്കുക, പണ്ടത്തെ ഏത് ഹിന്ദു ഗ്രന്ഥങ്ങളും അവസാനിക്കുന്നത്, പണ്ട് അവസാനിക്കുന്നത് ഓം ശാന്തി 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 അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഓർമ്മിക്കുക, ഓം ആനന്ദം, ഓം പരമാനന്ദം എന്ന് പറഞ്ഞിട്ടല്ല. നമ്മുടെ വേദങ്ങളിലൊക്കെ പറയും നിങ്ങൾക്കൊന്ന് ആനന്ദം അനുഭവിക്കാം, പരമാനന്ദം അനുഭവിക്കാം. ബുദ്ധൻ ഒരിക്കലും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ബുദ്ധൻ പറയുന്നു നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്ക് ഏതാണ്? ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഈ ആനന്ദത്തെക്കാൾ ഏറ്റവും വലിയ വാക്കാണ് ആരെന്ന് പറയുന്നത്? ശാന്തി എന്ന് പറയുന്നത്. കാരണം ആനന്ദത്തിനെപ്പോഴും ഒരു വിപരീതമുണ്ട്, അല്ലേ? ആനന്ദത്തിന് എപ്പോഴും ഒരു വിപരീതമുണ്ട്. അതേതാണ്? ദുഃഖം. അതുകൊണ്ടല്ലേ പണ്ടുള്ളവർ പറയത്തില്ലേ, ഒരുപാട് ചിരിക്കല്ലേ കരയും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഒരുപാട് നേരം സന്തോഷിച്ചിരിക്കാൻ സാധ്യമല്ല. അത് നിങ്ങളുടെ ഞരമ്പുകൾക്ക് എന്തുണ്ടാകും? ക്ഷീണമുണ്ടാക്കും. ശ്രദ്ധിച്ചു കേട്ടോളണം. നിങ്ങൾക്ക് എത്ര നേരം
ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും? ആലോചിച്ച് നോക്കെ. നിങ്ങൾക്ക് എത്ര നേരം ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും? 1 മിനിറ്റ്, 2 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 മണിക്കൂർ, 10 മണിക്കൂർ, 2 ദിവസം പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ മുഷിയും. നിങ്ങളുടെ സന്തോഷം അസ്വസ്ഥതയ്ക്ക് എന്ത് ചെയ്യും? വഴിമാറിത്തീരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സന്തോഷം എന്നത് അധിക നാള് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സാധനമാണ്. നിങ്ങൾക്കൊരു സ്ത്രീയോട് ആകർഷണം തോന്നിയാൽ ആ സ്ത്രീയെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള സന്തോഷം അത് സ്ത്രീക്കറിയാം. അതുകൊണ്ട് സ്ത്രീ അധികം പിടികൊടുക്കാതെ ഇങ്ങനെ മാറി 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 നിൽക്കും. അവൾക്കറിയാം ഇത് കുറച്ചു നാൾ കഴിഞ്ഞാൽ അസ്തമിച്ചു പോകും എന്നറിയാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ പ്രപഞ്ചത്തിൽ പരമാനന്ദത്തിനും അപ്പുറം ഒന്നുണ്ട്. അതാണ് ശാന്തി. അത് ദുഃഖവുമില്ല സന്തോഷവുമില്ലാത്ത അവസ്ഥയാണ് ശാന്തി എന്ന് പറയുന്നത്. ഈ ചിലര് ദുഃഖത്തിൽ ശാന്തി കണ്ടെത്തുന്നവർ, ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. അവരെയാണ് നമ്മൾ മസോക്കിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അവരാണ് ദീർഘകാലം നിരാഹാരം, സൂര്യൻ അഭിമുഖമായി നിന്ന് തപസ്, മഞ്ഞുമലയിൽ പോയി നിന്ന് തപസ്, ഇവരൊക്കെയാണ് ഈ പുണ്യാളന്മാരായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അത് മസോക്കിസ്റ്റുകളാണ്. യഥാർത്ഥത്തിൽ നിരാഹാരം എടുക്കണ്ട, തപസ് ചെയ്യണ്ട, ഒന്നും വേണ്ട. ബുദ്ധൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഓം എന്ന ശബ്ദം, മുസ്ലിമിന്റെ ആമീൻ, ഹിന്ദുവിന്റെ ആമേൻ, ഇത് കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷം ശാന്തി വരും. ആ നിമിഷം നിങ്ങൾക്കൊരു വലിയ കഴിവുണ്ടാകും. അത് ഞാൻ നാരായണീയത്തിൽ പറയാൻ പോകുന്നുണ്ട്. ആ നിമിഷം നിങ്ങൾക്കൊരു വലിയ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഓം എന്ന ശബ്ദം നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത്, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ ഒരു ഇത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ പ്രാണൻ വെടിയാൻ പറ്റും. പ്രാണൻ വെടിഞ്ഞ് ഏത് ലോകമാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ആ ശബ്ദം നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധൻ പറയുന്നു, കേൾക്കുമ്പോൾ വളരെ നിസ്സാരം, പക്ഷേ ഇച്ചിരി പാടാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ഭാവിയെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. അടുത്ത നിമിഷം എന്തെന്ന് പോലും അറിയുന്നില്ല, പിന്നെ എന്തിനാ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പൊ ബുദ്ധൻ വളരെ സിമ്പിളായി പറഞ്ഞു തരുന്നു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഓം എന്ന ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെ, അതായത് 1 സെക്കൻഡിന് മുമ്പ് നടന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കരുതെന്ന്. ഒരുത്തം വന്ന് നിങ്ങളെ കുറെ ചീത്ത വിളിച്ചിട്ട് പോയി, അപ്പോഴേ കളഞ്ഞേക്കണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. അത് അവന്റെ സംസ്കാരമില്ലായ്മ. അത് ഞാൻ കെട്ടിയെടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞത് മറക്കുക. അപ്പൊ കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിന് മുമ്പ് നടന്നത് പോലും ഓർക്കരുത്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കരുത്. കാരണം ആ 2 മിനിറ്റ് വരെ നീ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ബുദ്ധൻ പറയുന്നത് കേൾക്കുക, കഴിഞ്ഞ കാലം മറക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഭാവിയെക്കുറിച്ചും ചിന്തിക്കരുത്. വർത്തമാന കാലത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ഇപ്പൊ വർത്തമാന കാലത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, യാതൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഈ വീഡിയോ റെക്കോർഡിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിന്റെ പേരാണ് യഥാർത്ഥ ധ്യാനം, അല്ലാതെ കണ്ണും പൂട്ടിയിരിക്കുന്നതല്ല. ഇങ്ങനെ ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ പഠിച്ച് മനസ്സിനെ ഒതുക്കി കഴിയുന്നവൻ, അവൻ പിന്നെ ചമ്മണം പൂട്ടിയിരിക്കുന്ന, അതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. അല്ല, നിങ്ങളിപ്പോൾ ചെയ്യുന്നതൊന്നും മെഡിറ്റേഷൻ എന്ന് പേരിടുന്നതല്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു തന്നത് ഓർക്കുക, കഴിഞ്ഞത് മറക്കുക, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, വർത്തമാന കാലത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആത്മാർത്ഥമായി ആ പ്രവൃത്തിയിൽ മുഴുകി ചെയ്യുക. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ മുഴുകി പഠിപ്പിക്കുക. വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം ആസ്വദിച്ച് നിങ്ങൾ കുടിക്കുക. നടക്കുമ്പോൾ നിങ്ങൾ ആസ്വദിച്ച് നടക്കുക. ആ നടത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പിന്നെ പുതിയതായിട്ടില്ലാതാകുമ്പോൾ, മനസ്സിന് ആഹാരം കിട്ടാതായി അടങ്ങുമ്പോൾ, ആ സമയത്ത് ആ ഓം കേൾക്കാം. നിങ്ങൾക്കും ഓമിനും ഇടയിലുള്ള തടസ്സം
നിങ്ങൾ ചുമ്മാതെ കിടന്ന് കുറെ ചിന്തിച്ചു കൂട്ടുന്നതാണ്. ആ ചിന്തകൾ കൊണ്ടാണ് ഓം കേൾക്കാത്തത്. ഓം കേൾക്കുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിൽ അസാധാരണമായ ശാന്തി നിറയും. പിന്നെ നിങ്ങൾക്ക് പരബ്രഹ്മം നിങ്ങളുടെ ഉള്ളം കയ്യിലായി കഴിഞ്ഞു. അല്ലാതെ മതഗ്രന്ഥങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് കിട്ടില്ല. ദൈവത്തിനും അത് തരാൻ പറ്റില്ല. അതുകൊണ്ട് ആളുകൾ പറയത്തില്ലേ, ഞാൻ എത്ര നാളായി ദൈവത്തെ വിളിക്കുന്നു, എനിക്ക് മനസമാധാനമില്ല. മനസമാധാനം ദൈവം തരില്ല. ദൈവം പണം വേണോ? തരും. രോഗങ്ങൾ മാറ്റണോ? ചിലപ്പോൾ മാറ്റി തന്നിരിക്കും. കല്യാണം നടക്കണോ? അതൊക്കെ നടത്തി തന്നിരിക്കും. മനഃശാന്തി കിട്ടണമെങ്കിൽ അവൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ഓം കേൾക്കണം. ഇത് പറഞ്ഞു വേണ്ടിയാണ് ബുദ്ധൻ വന്നത്. അപ്പൊ 1000 മനസ്സിലെ 1000 പൊള്ളയായ വാക്കുകൾക്ക് പകരം ഒരൊറ്റ അർത്ഥവത്തായ വാക്ക് ഓം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.